ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു പക്കോട ഉണ്ടാക്കി നോക്കിയാലോ. വാ, നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കാം. 5 ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കഷ്ണം നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 10 കാഷ്നട്ട് എടുത്ത് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ നമ്മുടെ ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരേണ്ട ആവശ്യമുണ്ട്. ഏകദേശം ഒരു 50% മൂത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി പഞ്ചസാരയും തേങ്ങാപ്പീരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചേരുവകൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഏത്തപ്പഴം നെയ്യിൽ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലോ ഫയറിൽ ഇട്ടൊന്ന് ഉടച്ചെടുക്കാം. ഏത്തപ്പഴത്തിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി ഉടഞ്ഞു വന്ന ഏത്തപ്പഴത്തിലേക്ക് നമുക്ക് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 കപ്പ് മൈദ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പുട്ടുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഏത്തപ്പഴം പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ക്രിസ്പി എല്ലാം തോന്നും, പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.